പാലക്കാട് റോഡ് മനക്കമ്പാട് സൈഡുള്ളത്. ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ കുറച്ച് ഭാഗം മാത്രമേ ടാറിട്ട് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും. കുറച്ച് ഭാഗം മാത്രമേ ടാറിട്ടിട്ടുള്ളൂ. ഭയങ്കര അപകടമാണ്. മഴ പെയ്താൽ വെള്ളക്കെട്ടുകൾ ഇതിൽ ചിത്രത്തിൽ കാണാൻ പറ്റും. വെള്ളക്കെട്ടും ഈ ഭാഗത്തും. എന്താണ് ഇതിൻ്റെ അവസ്ഥ? എന്താ താങ്കൾ ഇങ്ങനെ ഇട്ടാൽ വളരെ അപകടമാണ് അല്ലേ? അപ്പോൾ അധികൃതർ ശ്രദ്ധിക്കണ്ടേ? പിന്നെ വണ്ടികൾക്ക് പോയ അപകടമല്ല അത്. പിന്നെ വണ്ടി ആ പാലം നേരാക്കാൻ പറഞ്ഞിട്ട് 3 കൊല്ലമായി. അതും നേരാക്കി. അതെന്താ കാരണം നേരാക്കാത്ത കാരണം എനിക്കറിയില്ല. ഇന്ന് നേരാക്കും നാളെ നേരാക്കും പറഞ്ഞിട്ട് അവിടെ പിന്നെ ഓരോ കൂട്ടർ വന്നിട്ട് പിന്നെ ഇത് കുഴിച്ചിട്ടൊക്കെ ഉണ്ട് എറണാകുളത്ത്. അത് കുറെ കാലമായല്ലോ. ഇല്ല, അത് കഴിഞ്ഞ കൊല്ലം. എന്നിട്ടും ഒന്നും ആയിട്ടില്ല. ഒന്നും ആയിട്ടില്ല. അതിപ്പോ നമ്മളെന്താ പറയുന്നത്, സർക്കാരിന്റെ കാര്യമില്ല. ഒന്നൊന്നും ഭയങ്കര അപകടം പിടിച്ച സ്ഥലം തന്നെയല്ലേ ഇതാ. ഈ പകുതി മാത്രം ശരിയാക്കിയിട്ടുള്ളേ. അതാ ഈ പാലം ഈ വളവിന് അവിടുന്ന് അങ്ങോട്ട് അവിടും പകുതി ഇവിടെയും പകുതി ശരിയാക്കി. അല്ല, ഇവിടെ വലിയ കാരണം എന്താ അറിയോ, ഈ ഓവുണ്ടല്ലോ, അതെ, അത് നേരേക്ക് അതും ഇതും കൂടി ഒരുമിച്ച് നേരേക്കുള്ളൂ എന്നാണ്. അത് എത്ര കൊല്ലോ ഇത് ശരിയാക്കിയത്? ഇത് 1 കൊല്ലം ആവണുള്ളൂ. ഇത് നേരാക്കിനടുത്ത് മഴ അത് എന്താ ഓവ് ശരിയാക്കി എന്താ പറയുന്നത് അതിനെ? കൽവെട്ട് അത് ശരിയാക്കി. അതും ഇതിനും ഇതിലൊക്കെ 2 or 3 കോൺട്രാക്ടർമാരാണ്. 2-3 കോൺട്രാക്ടർമാരാണ്. ഇതുവരെ ഒന്നും ശരിയാക്കിയിട്ടില്ല അല്ലേ? വാഹനങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? ഇവിടെ ഇപ്പോൾ ഇത് നേരാക്കുമ്പോൾ ഞങ്ങളൊക്കെ പാടുകൂടി സഹകരിച്ച് ഇത് ശരിയാക്കി കൊടുത്തു. ഇത് ഇവിടെ പാടത്തേക്ക് ഇതൊക്കെ വിട്ട് ഒക്കെ ശരിയാക്കി കൊടുത്തു. പിന്നെ ഇപ്പോൾ ഈ അവര് ഇത് ശരിയാക്കുമ്പോഴാണ് അപ്പം രണ്ടും കൂടി അടച്ചിടണ്ടല്ലോ, അടച്ചിടുമ്പോൾ ഒരുമിച്ച് അടച്ചിടാലോ എന്ന് പറഞ്ഞിട്ടാണ് അവര്. ഇതിനൊക്കെ ഒരു രാഷ്ട്രീയക്കാരായിട്ട് പൊതുപ്രവർത്തകർ ശക്തമായി ഇടപെടേണ്ടതല്ലേ? രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകർക്ക് ശക്തമായി ഇടപെടണം. ആർക്കും ഒരു ഇതിനെക്കുറിച്ചൊരു ഒരു ആശങ്കയില്ല, ഒരു താല്പര്യമില്ല അല്ലേ? പൊതുപ്രവർത്തകർ പറഞ്ഞ് നടക്കാതെ അല്ലെങ്കിൽ അവർ കുറ്റം പറയില്ല, അവർക്ക് ഇതിനെക്കുറിച്ചൊരു ആശങ്കയില്ല. അതിനെക്കുറിച്ചിട്ട് വളരെ 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 മോശമായിട്ടുള്ള സ്ഥിതിയാണ് ഈ റോഡ്. ഇവിടെ പകുതിയും ഇവിടെ കൽവെട്ട് ശരിയാക്കണം പറഞ്ഞു. ഈ ചിത്രം കണ്ടാൽ അറിയാൻ പറ്റും. ഇവിടെ ഈ ഭാഗത്തും വെള്ളക്കെട്ടുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നതാണ്. അവിടെ ഈ ചിത്രത്തിൽ കാണാൻ പറ്റും. വെള്ളക്കെട്ടും കാര്യങ്ങളും മറ്റും കിടക്കുകയാണ്. ഇനിയും ഇത് ശരിയാക്കിയിട്ടില്ല എന്ന് പറയുന്നത് വളരെ ഈ ഭാഗം തന്നെ ഈ ഭാഗം ഇനി ശരിയാക്കിയിട്ട് പറഞ്ഞ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഇത് പൊതുപ്രവർത്തകരും അതുപോലെ രാഷ്ട്രീയ പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ശക്തമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. ഇതുവരെ ഞാൻ മനസ്സിലാക്കിയത് ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്നാണ്. അല്ല, ഞാൻ അവരെ കുറ്റം പറയല്ല. ഞാൻ നിൽക്കുന്നത് വില്യങ്കാട് പാലക്കാട് വള്ളിക്കോട് റോഡിലാണ്. ഏകദേശം 1 വർഷമായി ഈ അവസ്ഥ തുടങ്ങിയിട്ട്. ഇനിയും ശരിയാക്കിയിട്ടില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണത്. പകുതി കണ്ട വാഹനങ്ങളും മറ്റും വരുമ്പോൾ ഈ ഇരുചക്ര വാഹനക്കാരും മറ്റും വരുമ്പോൾ ഓരോരോ വണ്ടികൾ മറിയാനുള്ള സാധ്യത കൂടുതൽ. മഴ പെയ്താൽ ഇപ്പോൾ മഴക്കാലമാകുമ്പോൾ വരുന്നത്. മഴ പെയ്താൽ വളരെ അപകടം പിടിച്ച സ്ഥലമാണത്. വീഡിയോ കാണാൻ പറ്റും. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിൽ ഒരു പരിഹാരം കാണും. ഇതിൽ ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഇവിടുത്തെ ജനപ്രതിനിധികളും വാർഡ് മെമ്പർമാരും ഇതിനൊക്കെ എത്രയും പെട്ടെന്ന് പരിഹാരം കാണും. ഇതിപ്പോൾ കാരണം പറയാം, ഇപ്പോൾ മഴ തുടങ്ങി എന്നൊക്കെ പറയാം. മഴക്കാലത്തിന് ഏകദേശം 1 വർഷമായി ഈ പണി തുടങ്ങിയിട്ട്. എന്നിട്ടും എന്തുകൊണ്ട് നേരാക്കി ഈ റോഡൊന്നും ശരിയാക്കിയിട്ടില്ല? ഇതിൻ്റെ അവസ്ഥ വളരെ ദുരവസ്ഥയാണ്. എന്തുകൊണ്ട് ശരിയാക്കിയില്ല എന്ന് നമുക്ക് അറിയില്ല. എന്ന് എത്രയും പെട്ടെന്ന് ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രതിനിധികളും ജനപ്രതിനിധികളും വാർഡ് മെമ്പർമാരും ഉടനെ ഈ വിഷയത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കൂടെ വേറൊരു ചേട്ടനും കൂടെ പേരെന്നിട്ട് പറഞ്ഞോളെ. എന്താ ഈ റോഡ് മഹാമോശമാണ്. എന്താ അഭിപ്രായം? ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? പാലം നേരാക്കണം. അത്രേ ഉള്ളൂ. ഈ റോഡ് പകുതി ഇട്ടിരിക്കുന്നു, ഇട്ട് വെച്ചിരിക്കുകയാണ്. അത് കോൺട്രാക്ട് ആരാന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ ഇതൊക്കെ വണ്ടികൾ പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപകടം തന്നെയാണ് അല്ലേ? 2-3 പ്രാവശ്യം വീണിട്ടുണ്ട്. ഇദ്ദേഹം 2-3 പ്രാവശ്യം വാഹനങ്ങൾ വീണിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊരു എന്താ ഒരു അഭിപ്രായം? ഇത് നേരെയാക്കണം, എത്രയും പെട്ടെന്ന് നേരാക്കണം. ഇത് എത്ര തുടങ്ങിയിട്ട് എത്ര ചെയ്ത്? ഇതിപ്പോൾ 2-3 മാസമായി. 3 മാസം. മഴക്കാലത്ത് മുമ്പ് തുടങ്ങിയതല്ലേ? ഇതുവരെ ശരിയാക്കിയിട്ടില്ല അല്ലേ? ഇപ്പോൾ എത്രയും പെട്ടെന്ന് ശരിയാക്കണം അല്ലേ? അതുപോലെ ജനപ്രതിനിധികളും അതുപോലെ എല്ലാവരും ശക്തമായി തന്നെ ഇടപെടണം.
അത് കേട്ടിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഇത് 2-3 പ്രാവശ്യം വണ്ടികൾ വീണിട്ടുണ്ട്. ആ പാലമില്ല അത് അപ്പുറത്ത് ആ ആ അവിടെ മൂച്ചിയായിരുന്നു. അവിടെ പല പ്രാവശ്യം വീണിട്ടുണ്ട്. പല പ്രാവശ്യം വീണിട്ടുണ്ട് വണ്ടികൾ, ആളുകൾ വീണിട്ടുണ്ട് അല്ലേ? അതാണ് ഞങ്ങൾക്ക് വലിയ പ്രശ്നം എന്താ വരുന്നത്. മോനെ പറയേണ്ടത്? റോഡ് അതെ, അന്ന് ഇവിടെ കാറിന്റെ കാറ്റ് പോയിട്ട് ഒരു കയറൊക്കെ പൊട്ടിട്ട് വണ്ടിയിൽ കയറ് പൊട്ടിട്ട് അവിടെ വീണു. ഈ റോഡ് ശരിയാക്കണ്ടേ? എത്രയും വേണം ശരിയാക്കണ്ടേ? കാലൊക്കെ അതിന്റെ പോയി. അതെ അല്ലേ? എത്രയും വേണം ശരിയാക്കണ്ടേ റോഡ് അല്ലേ? എത്രയും വേണം ശരിയാക്കണം. അതാണ് വലിയ പ്രശ്നം വരുന്നത്. അപകടം അല്ലേ? അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോൺട്രാക്ട് അത് ഒന്നാമത്തത് അവിടെ ഒരു ഇറക്കം, ആ ചാട്ടം ചാടി പിന്നെ പിള്ളേർ വണ്ടികൾ വരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. എത്രയും പെട്ടെന്ന് ഇടപെടണം. മഹാമോശമാണ്. അത് ആർക്കും നമ്മൾ നടന്നു വരികയാണെങ്കിൽ നമുക്ക് പ്രശ്നം വരികയാണ്. നടന്നു വരുമ്പോഴും മഴയൊക്കെ ശക്തമായ മഴ പെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ ഈ പാലം പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. എപ്പോൾ വേണം ഇടിഞ്ഞു പോയാ അല്ലേ? അത്രയും പഴക്കമുണ്ട്. അത് പഴക്കം പറഞ്ഞാൽ വലിയ വണ്ടിയൊന്നും വരാൻ പറ്റില്ല. അതിലൊക്കെ കമ്പിയൊക്കെ നിർത്തുപോയില്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ശരിയാക്കട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അല്ലേ? എത്രയും പെട്ടെന്ന് ശരിയാക്കുമെന്ന് വിചാരിക്കും അല്ലേ? അതാണ് നമ്മൾ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാണ്ട് നമുക്ക് ഒരാൾക്ക് മാത്രമല്ല, ജനങ്ങൾക്ക് മാത്രം. അതൊരു വണ്ടികൾ വരുമ്പോഴും പോകുമ്പോഴും ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ അതായത് ഈ കുഴി എത്ര പ്രാവശ്യം പല കുട്ടികളും വന്ന് പോയിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ശരിയാക്കി പ്രത്യേകം എത്രയും ജനപ്രതിനിധികൾ അതുപോലെ പൊതുപ്രവർത്തകർ പറഞ്ഞ് നടക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് ഇത് കണ്ണ് തുറന്ന് കാണണം. ഈ വഴി കണ്ണ് തുറന്ന് കാണണം. എത്രയും പെട്ടെന്ന് ഈ നടപ്പാത, ഈ പാത ജനങ്ങൾക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ശരിയാക്കണം അല്ലേ ചേട്ടാ? ചേട്ടൻ്റെ പേരെന്താണ് പറഞ്ഞത്? ചന്ദ്രേട്ടൻ. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കുമെന്ന് വിചാരിക്കും. എത്രയും പെട്ടെന്ന് ശരിയാക്കട്ടെ അല്ലേ? അതായത് ഇത് പാലക്കാട് വില്യങ്കാട് ബൈപ്പാസ് റോഡാണ്. മെയിൻ റോഡാണ്. ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? എത്രയും പെട്ടെന്ന് എന്താ ജനപ്രതിനിധികൾ എന്താ പറയാനുള്ളത്? റോഡ് ക്ലിയറാക്കണം. അതാണ് മെയിൻ. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ലാണ്ട് വേറെ ഒന്നുമല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് മാത്രമേ ഉള്ളൂ. ശരിയാക്കണം. അത് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ പ്രശ്നം വരുന്നുണ്ട്. എന്തായാലും ശരിയാക്കും വിചാരിക്കും അല്ലേ? അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ അവസ്ഥ, ഇത് കുറേ വർഷങ്ങളായി ഈ പാലത്തിൻ്റെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. അതുപോലെ വളരെ അപകടകരമാണ്. രണ്ട് പാലം നോക്കിയാൽ അറിയാൻ പറ്റും. എന്തായാലും ഈ പാലം എത്രയും പെട്ടെന്ന് ഈ റോഡ് പണിയോട് കൂടിയിട്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കണം എന്നാണ് ഇവിടുത്തെ നാട്ടുകാരും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇതിലെ ജനപ്രതിനിധികളും അതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെടണം, ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇടപെടും എന്ന് തന്നെയാണ് പ്രതീക്ഷയും. എത്രയും പെട്ടെന്ന് ഇടപെടട്ടെ. വളരെ അപകടമാണ് ഈ പാലത്തിന്. ഏത് നിമിഷം വലിയ വാഹനങ്ങൾ വന്നാൽ ഏത് നിമിഷം ഈ പാലം വീഴാം, അപകടങ്ങൾ സംഭവിക്കാം. ഇതിനു മുമ്പും ഇവിടെ ഈ ഭാഗത്ത് 2-3 വാഹനങ്ങൾ ഇവിടെ ഈ വെള്ളത്തിൽ പെട്ട് വീണിട്ടുണ്ട്, മറിഞ്ഞ് വീണിട്ടുണ്ട് നമുക്ക് പറയുന്നത്. അതാണ് അതിൻ്റെ അവസ്ഥ. പാലത്തിൻ്റെ അവസ്ഥ കണ്ടറിയാം. അത് എത്രയും പെട്ടെന്ന് ശരിയാക്കുന്നതന്നെ പ്രതീക്ഷിക്കുന്നത്. മണ്ണ് കൂടി തൂർത്താണ് ഈ ഭാഗം. മണ്ണ് കൂട്ടി തൂർത്താണ്. ആരെ തൂർത്തത്? ജനങ്ങളെ ഇടവിട്ട് ഈ ഭാഗം മണ്ണ് കൂട്ടി തൂർത്താണ്. എപ്പോഴായിരുന്നു ഇത്? കഴിഞ്ഞ പ്രാവശ്യം. പിന്നെയും ഇതായി പോയില്ലേ? ശരിക്കും ടാർ ഇടണം എന്നാലും ശരിയാവുള്ളൂ അല്ലേ? ഓക്കെ. ഈ ചേട്ടൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ഭാഗം മണ്ണ് കൂട്ടി തൂർത്തതാണ് ഈ ഭാഗം. എത്രയും പെട്ടെന്ന് ശരിയാക്കണം. ടാറിട്ട് തന്നെ ശരിയാവുള്ളൂ അല്ലേ? ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര അപകടമാണ് ഇവിടെ. ഭയങ്കര കഷ്ടമല്ല പാലത്തിലൊക്കെ എത്രയും പെട്ടെന്ന് വണ്ടികളൊക്കെ പോയ വീഴില്ല വണ്ടികളെല്ലാം. അതന്നെ പറയണത്. ഞങ്ങളിപ്പോൾ എന്താ പറയുന്നത്, പാലം അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന സമയമായിപ്പോൾ. അത് കഴിഞ്ഞ പ്രാവശ്യം നേരാക്കേണ്ട സ്ഥലമാണത്. ഒന്നും നേരാക്കിയിട്ടില്ല അവർ. എത്രയും പെട്ടെന്ന് ശരിയാക്കും വിചാരിക്കാം.
ഞങ്ങൾ അത്രയും പെട്ടെന്ന് നേരാക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. അതുപോലെ ഇവിടെ കാണാൻ പറ്റും, ഈ ഭാഗത്ത് മാത്രം കുറച്ച് ഭാഗം ടാറിട്ടുള്ളത്, പകുതി ഭാഗം ടാറിടാതെ വിട്ടിരിക്കുകയാണ്. അത് എന്താണ് അതിൻ്റെ കാരണം എന്താണെന്നറിയില്ല. ഈ പകുതി ഭാഗം ടാറിട്ടതും പകുതി ഭാഗം ടാറിടാത്തതും അത് കാരണം ഒരു മറ്റൊരു എതിർഭാഗത്തു നിന്ന് വരുന്ന വാഹനം വരുമ്പോൾ മറ്റു വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. കാണാൻ പറ്റും, പകുതി മാത്രം ടാറിട്ടുള്ളൂ. അത് എന്തുകൊണ്ടെന്നറിയില്ല. ഇത് ജനപ്രതിനിധികൾ ഇത് കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. എന്തായാലും ജനപ്രതിനിധികളും ഇവിടുത്തെ രാഷ്ട്രീയ പൊതുപ്രവർത്തകരും മറ്റു രാഷ്ട്രീയത്തിൻ്റെ ജനപ്രതിനിധികളും അതുപോലെ രാഷ്ട്രീയ പ്രതിനിധികളും ഉടൻ തന്നെ കണ്ട് ഇതിനൊരു പരിഹാരം കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ ഭാഗം ടാറിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും, ഈ ഭാഗം കുറച്ച് ഭാഗം ടാറിട്ടിട്ടില്ല. അതിൻ്റെ കാരണം എന്തെന്ന് അറിയില്ല. എന്നാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടെ ഞാൻ മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണട്ടെ എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ വീഡിയോ എടുത്തിട്ടുണ്ട്. പകുതി ഭാഗം ടാറിട്ടിട്ടില്ല. ഈ ഭാഗം ടാറിട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗം ടാറിട്ടിട്ടില്ല. ഈ ഭാഗം